അപൂർവമായൊരു സൈക്കിൾ യാത്രയിലാണ് ഒമാനിലെ പ്രവാസി വീട്ടമ്മയായ റംഷീനയും രണ്ടു മക്കളും. സുഹാറിൽ നിന്ന് 1300 കിലോമീറ്റർ അകലെ സലാലയിലേക്ക് സൈക്കിൾ യാത്രയിലാണ് മൂവരും. കണ്ണൂർ കൂത്തുപറമ്പ് മാനന്തേരി സ്വദേശികളായ റംഷീനയും 12 വയസ്സുള്ള മകൻ മുഹമ്മദ് ഹന്നാനും 11 വയസ്സുള്ള മകൾ ആമിനയുമാണ് സാഹസിക യാത്രയ്ക്ക് പുറപ്പെട്ടത്. സുഹാർ അംബാർ പാർക്കിൽ കഴിഞ്ഞ ദിവസം നടന്ന ഫ്ളാഗ് ഓഫിൽ നിരവധി സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്തു. സൈക്കിളിൽ ലോക പര്യടനം നടത്തുന്നവരും മാസങ്ങളോളം സഞ്ചരിക്കുന്നവരുമുണ്ടെങ്കിലും ഒരു മുൻപരിചയവുമില്ലാതെ സാധാരണ പ്രവാസി വീട്ടമ്മയായ റംഷീനയും മക്കളും നടത്തുന്ന സൈക്കിൾ യാത്ര ശ്രദ്ധേയമാകുന്നത് അതിന്റെ ലക്ഷ്യം കൊണ്ടുകൂടിയാണ്. സുഹാറിൽ ഹോട്ടൽ തൊഴിലാളിയായ ഹനീഫയാണ് റംഷീനയുടെ ഭർത്താവ്. അദ്ദേഹത്തിന് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കാനാവാത്തതിനാൽ ഇവരെ അനുഗമിക്കാനായിട്ടില്ല. റംഷീനയുടേത് ഒരാവേശത്തിന് പുറപ്പെട്ട സൈക്കിൾ യാത്രയല്ല, അത് അതിജീവനത്തിന്റെ യാത്രയാണ്. 2 വർഷമായി റംഷീന ഒമാനിലെ സുഹാറിലെത്തിയിട്ട്. ഭർത്താവിന്റെ ചെറിയ വരുമാനത്തിലാണ് കുടുംബം കഴിയുന്നത്. വിസയുടെ കാലാവധിയും കഴിയാറായി. എന്തെങ്കിലും ക്രിയേറ്റീവായി ചെയ്യണമെന്ന ചിന്തയിലാണ് ഇങ്ങനെയൊരു സാഹസിക യാത്ര തിരഞ്ഞെടുത്തത്. സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളും മറ്റും തേടിപ്പിടിച്ച് യാത്രയുടെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. യാത്രയ്ക്കുള്ള ചെലവൊന്നും എവിടെ നിന്നും കിട്ടിയിട്ടില്ല. ഫോണും യാത്രയ്ക്കുള്ള സൈക്കിളും സ്വന്തമായി വാങ്ങിയതാണ്. ശനിയാഴ്ച ബർക്കയിലെത്തിയ മൂവരും അവിടെ വിശ്രമിച്ച ശേഷം ഞായറാഴ്ച രാവിലെ യാത്ര തുടരും. സലാലയിൽ എത്തുന്നതിന് മുൻപ് സ്പോൺസറെ കിട്ടുമെന്ന് തന്നെയാണ് റംഷീനയും കുടുംബവും പ്രതീക്ഷിക്കുന്നത്. ഗൾഫ് മാധ്യമം, മസ്കത്ത്.